ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആകുമ്പം ആ കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാരൻസാണ്. അവർക്ക് വേണമെങ്കിൽ ആ കുട്ടീനെ ഉള്ളിലിരുത്താൻ പുറത്തേക്ക് അയക്കാതിരിക്കാം. എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. അതായത് കൊളാജൻ്റെ ഡെഫിഷ്യൻസി കാരണം ശരീരത്തിലെ ബോണൊന്നും സ്ട്രെങ്ത് ഇല്ല, അപ്പോൾ പെട്ടെന്ന് ഫ്രാക്ചർ വരും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ചെറിയ കാര്യത്തിന് വേണ്ടി വിഷമിക്കുന്നവരാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു മെസ്സേജ് വിട്ടിട്ട് തിരിച്ചൊരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ അല്ലെങ്കിൽ ഒരു സാഡായ എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ഈശോ അവർ കണ്ടിട്ടും എന്താണ് മെസ്സേജ് അയക്കാത്ത. പക്ഷേ ഇപ്പം നമ്മൾ കുറേ ബെറ്റർ, നമ്മൾ അങ്ങനെ ആയെന്നല്ല, എന്നാലും ബെറ്റർ ആയെന്ന് പറയാം. അങ്ങനെയൊക്കെ നമ്മളൊക്കെ വിഷമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം നിങ്ങൾ കാണുന്നവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജോലി മേഖലയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൊച്ചു കാര്യങ്ങളിൽ വിഷമിക്കുന്നവരായിരിക്കും. എങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി, അവൾ കഴിഞ്ഞ വുമൻസ് ഡേയുടെ അന്നാണ് അവളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്, അവളുടെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ പെൺകുട്ടിക്ക് എത്രമാത്രം പോസിറ്റിവിറ്റി നമുക്ക് തരാൻ പറ്റുമെന്ന് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ അവൾ എത്രമാത്രം ഹാപ്പിയാണ് അവളുടെ ആ ചെറിയ ജീവിതത്തിൽ എന്ന് നിങ്ങൾ കണ്ടു നോക്കണം. അതുമല്ല, അവളിപ്പോൾ നേടിയെടുത്തിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പിന്നെ അതുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലോ, കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ, അതായത് മലയാള മനോരമ, വനിത, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇതുപോലെ വലിയ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ജീവിതകഥയാണ് ഇവളുടേത്. അപ്പം അതുകൊണ്ട് അവളൊരു ചെറിയ കുട്ടിയല്ല, ഒരു വലിയ കുട്ടിയാണ്. പൊക്കം കൊണ്ട് അവൾ ചെറുതാണെങ്കിലും അവളൊരു വലിയ കുട്ടിയാണ്. അപ്പം ഞാൻ അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കാരണം എനിക്കും അവളിൽ നിന്ന് കുറേ മോട്ടിവേറ്റഡ് ആകാൻ പറ്റി, കുറേ പവർഫുൾ എനർജറ്റിക് ആയിട്ട് എനിക്ക് ഓരോ വ്ളോഗ്സും ഓരോ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഞാൻ ഈ വ്ളോഗ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ചിന്താഗതിയൊന്നും അല്ലായിരുന്നു. പകുതി സമയത്തെത്തിയപ്പോൾ കുറേ ബാഡ് നെഗറ്റീവ് കമൻസും നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണെങ്കിലും കസിൻസിൽ നിന്നാണെങ്കിലും ഒക്കെ എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ എന്നുള്ള തോട്ടൊക്കെ എനിക്ക് വന്നു. കാരണം നല്ലൊരു പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിൽ നിന്നും വീണ്ടും ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു സ്പാർക്ക് നമ്മുടെ മനസ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം അവളുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അപ്പം സമയമൊന്നും കളയണ്ട, ചക ബക. അപ്പം ഡോണ ചേച്ചീൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആകുമ്പം, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ വരുമ്പം ഏതൊരു കുട്ടിയുടെയും മോശമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എന്താണ് പ്രശ്നം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ കാലഘട്ടം ചൈൽഡ്ഹുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഞാൻ മാനസികമായിട്ട് സങ്കടം അനുഭവിച്ച ഒരു കാലഘട്ടം ചൈൽഡ്ഹുഡായിരുന്നു. എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏറ്റവും ഭയങ്കര ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അപ്പം ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റായി. അതിന് കുറച്ച് അധികം സമയം എടുത്തെന്ന് തോന്നുന്നു. ഞാനൊരു 6ാം ക്ലാസ് വരെ ഒന്നും മിണ്ടാതെ മൂലയിലിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ ആരോടും സംസാരിക്കില്ലായിരുന്നു. ഏറ്റവും പുറകോട്ട് നിൽക്കാൻ ആഗ്രഹിച്ചൊരു കുട്ടിയായിരുന്നു ഞാൻ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ബ്ലെസ്ഡ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു ഞാൻ അവിടുന്ന് അങ്ങോട്ട്. പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനായിട്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. അത് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ചൈൽഡ്ഹുഡ് ആയിരിക്കും ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടേത്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആവും.
നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. ഏതൊരു സിറ്റുവേഷനായിട്ടും നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും നമ്മൾ ചൈൽഡ്ഹുഡ് അത്രയും മോശമാകുമ്പോൾ. എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യുമ്പം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. സോണ ചേച്ചീൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയാണ്, എൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. ഞാനിപ്പം കോട്ടയം മേനസ സോമി മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓസ്റ്റിയോജെൻസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. അതായത് കൊളാജിൻ്റെ ഡെഫിഷ്യൻസി കാരണം ശരീരത്തിലെ ബോണൊന്നും സ്ട്രെങ്ത് ഇല്ല, അപ്പോൾ പെട്ടെന്ന് ഫ്രാക്ചർ വരും. ഇപ്പം കുറേ ഭേദമുണ്ട്. സർജറിയൊക്കെ കഴിഞ്ഞപ്പം പതിയെ വാക്കറൊക്കെ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി, നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഹെൽപ്പൊന്നും കൂടാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഇപ്പം ഫ്രാക്ചറൊന്നും വരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചൈൽഡ്ഹുഡ് അത്രയും ഒറ്റപ്പെട്ടത് കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ നന്നായിട്ട് സംസാരിക്കേണ്ടിട്ടാ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കിപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് വരാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം മുന്നോട്ട് തന്നെ വരാറുമുണ്ട്. അപ്പോൾ ഡോണ ചേച്ചീൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ്. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ അപ്പ, എൻ്റെ ഉമ്മച്ചി, അനിയൻ, അനിയത്തി, ഇക്കാക്ക ഇവരൊക്കെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആകുമ്പം ആ കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാരൻസാണ്. അവർക്ക് വേണമെങ്കിൽ ആ കുട്ടീനെ ഉള്ളിലിരുത്താൻ പുറത്തേക്ക് അയക്കാതിരിക്കാം. അപ്പം എൻ്റെ ഫാമിലി എന്നെ പുറത്തേക്ക് കൊണ്ടുവരണം, പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഫാമിലി തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം ഹെൽപ്പ് എപ്പോഴും ആവശ്യമായിരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. വിട്ടുപോയാലും അവർ എന്ത് വേണമെങ്കിലും ചെയ്തു തരാനുണ്ട്. സ്കൂളിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ ചില ടീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും ലൈഫിൽ ഇങ്ങനെയൊക്കെ ആവണം, എന്നീ പൊരുതി മുന്നോട്ട് വരണം എന്ന് ഓർമ്മിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും എന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഡോണ ചേച്ചീൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യന് ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, എൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം തന്നെയാണ്. എൻ്റെ ചാനൽ ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി, അതിൽ ഞാൻ കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതെല്ലാവരും കാണാറും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കെപ്പോഴും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യണം, മറ്റുള്ളവരെ ഹാപ്പി ആക്കണം, എല്ലാവരോടും പോയിട്ട് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം, അവരെ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നം. നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണ മെഡിക്കൽ ബോർഡ് എൻട്രൻസ് ചെയ്തപ്പം. വേണ്ടാന്ന്, എനിക്ക് ഡോക്ടർ ആവാനുള്ള ഹെൽത്തൊന്നുമില്ല, അതുകൊണ്ട് നീ പഠിക്കേണ്ട, വല്ല ഡിഗ്രിക്കും പോയി ചേർന്നു എന്നൊക്കെ അവരന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഡോക്ടറാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ എടുത്ത തീരുമാനം അത് സൊസൈറ്റിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. നമ്മളുടെ സൊസൈറ്റിയിൽ ഹെൽപ്പ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യണം, നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നൊക്കെയാണ് എൻ്റെ സ്വപ്നം. എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, ഫിസിക്കലി മെൻ്റലി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. അപ്പം അവർക്കൊക്കെ എന്തൊക്കെ പറ്റുമല്ലേ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് കണ്ടിട്ട് എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ്. വയ്യാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വീട്ടിലടഞ്ഞിരിക്കാതെ പുറത്തേക്ക് വരണം എന്നാണ്. എല്ലാവരും നമുക്ക് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന വിധത്തിൽ ജീവിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എന്നെ കണ്ടിട്ട് എല്ലാവരും പുറത്തേക്ക് വരാൻ ശ്രമിക്കണം എന്നാണ് വലിയൊരു സ്വപ്നം. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ ആ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Hi friends, we wish a very good wishes the dearest part 2 for they have a bright future. God bless you. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അത് അടുത്ത നമ്മുടെ ഇസ്രായേലിലെ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.